ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജെ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് എന്തുകൊണ്ട് ടൈറ്റ് ആകുന്നു. അതായത് എത്ര പേർക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് ടൈറ്റ് ഉണ്ടോ, എന്തുകൊണ്ടാണ് ഈ ടൈറ്റ് വരുന്നത്? ഈ വീഡിയോ കാണുന്നവർ കമന്റിൽ ഒന്ന് ജസ്റ്റ് രേഖപ്പെടുത്തുക നിങ്ങളുടെ വാഹനത്തിന്റെ സ്റ്റിയറിംഗിന് ടൈറ്റ് ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം വാഹനത്തിന്റെ സ്റ്റിയറിംഗിൽ ടൈറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന്. ഇത് ശരിക്കും പലരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ വാഹനം ഇപ്പൊ ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കുന്നത്, ഇപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, ഞാൻ വാഹനം ഇങ്ങനെ ഓടിക്കുന്നുണ്ട്. അതേ സ്ഥാനത്ത് ഞാൻ സ്റ്റിയറിംഗ് ഇപ്പൊ ഈ സ്റ്റിയറിംഗിൽ ഒന്ന് ശ്രദ്ധിച്ചോണം, ഞാൻ ഇങ്ങനെ ഒന്ന് തിരിച്ചു, പക്ഷെ ഇത് അങ്ങനെ നിന്ന് പോകുന്നു. കണ്ടോ, ഇപ്പൊ സ്ട്രൈറ്റ് വരുന്നുണ്ട്, എന്നാൽ ഒരു സൈഡിലോട്ട് ചെറുതായിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ സൈഡിലോട്ട് നിന്ന് പോകുന്നുണ്ട്. അതൊരു കംപ്ലൈന്റ് അല്ലേ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കംപ്ലൈന്റ് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതായത് സ്ട്രെയിറ്റ് പോകുന്ന ഒരു സമയത്ത് ചെറിയൊരു രീതിക്ക് നമ്മൾ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് തിരിച്ചാൽ കുറച്ചൊരു സ്റ്റിഫ്നെസ് കാണും. പിന്നെ ഈ കംപ്ലൈന്റ് അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ഹാർഡ് വരുന്നതിന്റെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഓട്ടമില്ലാത്ത വാഹനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസത്തിലൊന്ന് അല്ലെങ്കിൽ ആഴ്ചയിലൊന്നൊക്കെ ഓടുന്ന വാഹനങ്ങൾ ഏകദേശം ഒരു 5 വർഷമൊക്കെ കൊണ്ട് ജസ്റ്റ് ഒരു 4000 5000 അല്ലെങ്കിൽ ഒരു 10,000 കിലോമീറ്റർ ഒക്കെ മാത്രം ഓടിയ ഒരു വാഹനത്തിന് എപ്പോഴും സ്റ്റിയറിംഗിന് ടൈറ്റ് ഫീൽ ചെയ്തിരിക്കും. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ സ്റ്റിയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് മൂവിങ് പാർട്സ് അതിനകത്തുണ്ട്. അതിപ്പോൾ ഒരു പവർ സ്റ്റിയറിംഗ് ആണെങ്കിൽ പോലും, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഈ സെലിയറി ഒരു പവർ സ്റ്റിയറിംഗ് തന്നെയാണ്. ഇത് ഇലക്ട്രിക്കൽ മോട്ടോർ വരുന്ന ടൈപ്പാണ്. പണ്ടൊക്കെ കൂടുതലും വന്നുകൊണ്ടിരുന്ന ഹൈഡ്രോളിക് ടൈപ്പാണ്. അതായത് ഒരു ഫ്ലൂയിഡ് യൂസ് ചെയ്ത് ഫ്ലൂയിഡിന് പ്രഷർ കൊടുത്ത് ഒരു സൈഡിലോട്ട്, അതായത് നമ്മൾ സ്റ്റിയറിംഗ് തേക്കുന്ന സമയത്ത് ഏത് സൈഡിലോട്ട് പ്രഷർ വരുന്ന ആ സൈഡിലോട്ട് ഏറ്റവും കൂടുതൽ ഫോഴ്സ് കൊടുത്ത് അതിനെ തള്ളാൻ യൂസ് ചെയ്യുന്ന രീതിയാണ് പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ്, അതായത് ഞാനിപ്പോൾ ഈ സ്റ്റിയറിംഗിൽ കൊടുക്കുന്ന ഫോഴ്സ് കണ്ടോ, ഈ ഫോഴ്സിനെ സെൻസ് ചെയ്ത് എത്രത്തോളം ഫോഴ്സ് ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് നോക്കി ആ മോട്ടറിന് അതിനനുസരിച്ചുള്ള കറക്കം കൊടുക്കുകയാണ്. അങ്ങനെ ആ മോട്ടർ അസിസ്റ്റ് ചെയ്താണ് ഇപ്പോഴത്തെ വാഹനങ്ങളുടെ പവർ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഞാൻ തിയറിയിലോട്ട് അധികം പോകുന്നില്ല. അപ്പോൾ ഇതിനകത്ത് വരുന്ന സംഭവം എന്നാന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് ബുഷസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഈ ബുഷും കാര്യങ്ങളൊക്കെ ഹാർഡാവുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഓടാതെയൊക്കെ കിടക്കുന്ന സമയത്ത് തേയ്മാനം, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പുതിയ വാഹനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓടുന്നതിനനുസരിച്ച് അത് ചെറിയ ചെറിയ തേയ്മാനം അതിന് വരുന്നുണ്ട്. അങ്ങനെ തേയ്മാനം വന്ന് ഇത് കുറെ കൂടെ സ്മൂത്ത് ആകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓടാതെ കിടക്കുന്ന വാഹനങ്ങളുടെ എല്ലാം സ്റ്റിയറിംഗ് കട്ടിയായിരിക്കും, 100% ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ അതിൽ എന്താ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാഹനം ഓടിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമാണ് അതിൽ ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന, വാഹനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പോലും ഓടിക്കാതെ ഇട്ടിരിക്കരുത്, എപ്പോഴും ഓടിക്കാൻ ശ്രമിക്കുക. കാരണം വാഹനം ഓടും തോറും കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരിക്കും. ഓടാതെ കിടക്കുന്ന വാഹനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ കംപ്ലൈൻസ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത്, നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുന്ന സമയത്ത് ഓട്ടം കുറവുള്ള വാഹനങ്ങൾ കഴിവതും എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ഓട്ടം കുറവുള്ള വാഹനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമുക്ക് 100% അതിനിട്ട് പിന്നെ പണിയാനേ നേരം കാണത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ വാഹനത്തിന്റെ സ്റ്റിയറിംഗിന് എന്തുകൊണ്ട് കട്ടി വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെയിൻ ആയിട്ട് വരുന്ന റീസൺ ഓട്ടം കുറവാണ്. രണ്ടാമത് വരുന്നൊരു കാരണം എന്ന് പറഞ്ഞാൽ, വാഹനത്തിന്റെ അടിഭാഗമോ കാര്യങ്ങളോ എന്തെങ്കിലും തട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ടൈറോഡിന്റെ എൻഡോ സ്റ്റിയറിംഗിന്റെ ഏതെങ്കിലും ബോൾ ജോയിന്റോ കാര്യങ്ങൾക്കെല്ലാം എന്തെങ്കിലും ഹിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് അടിഭാഗം തട്ടിയിട്ടുണ്ടെങ്കിലൊക്കെ സ്റ്റിയറിംഗിന് കട്ടി വരാനുള്ള ചാൻസസ് കൂടുതലാണ്. നിങ്ങൾക്ക് ഇതുപോലെ ഒരു സ്റ്റിയറിംഗ് ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് അലൈൻമെന്റ് ചെയ്ത് നോക്കുക. അലൈൻമെന്റ് ചെയ്യുമ്പോഴത്തേക്കും വീൽ അലൈൻമെന്റ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ വീൽ അലൈൻമെന്റ് കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. അന്നേരം അലൈൻമെന്റ് ചെയ്യുമ്പോഴത്തേക്കും അവരോട് പ്രത്യേകം പറയണം, അടിഭാഗത്ത് ചെക്ക് ചെയ്ത് നോക്കണം, അടിഭാഗത്ത് എവിടെയെങ്കിലും തട്ടോ കാര്യങ്ങളോ വല്ലതും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടി പറയണം. ഇനി പവർ സ്റ്റിയറിംഗിന് ഞാൻ ഈ പറഞ്ഞ പോലെ അലൈൻമെന്റും കാര്യങ്ങളൊക്കെ പക്കയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യം, നമ്മുടെ വാഹനത്തിന്റെ ക്ലസ്റ്റർ മീറ്ററിനകത്ത്, ഈ ഒരു ക്ലസ്റ്റർ മീറ്ററിനകത്ത് ഏതെങ്കിലും സ്റ്റിയറിംഗിന്റെ വാർണിംഗ് ലൈറ്റ് കാണിക്കുന്നുണ്ടോ എന്ന്. അതായത് സ്റ്റിയറിംഗിന്റെ ഒരു വട്ടത്തിനുള്ളൊരു പടം കാണിച്ച് ഒരു എക്സ്പ്ലനേഷൻ മാർക്കും കൂടെ കാണിച്ചുകൊണ്ട് ഒരു പടം കാണിക്കും. അങ്ങനെ ഒരു സിമ്പിൾ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ നിങ്ങളുടെ വാഹനത്തിന്റെ ഫ്യൂസ്, അതായത് പവർ സ്റ്റിയറിംഗിന്റെ ഫ്യൂസ്, പവർ സ്റ്റിയറിംഗിന്റെ മൊഡ്യൂൾ അല്ലെങ്കിൽ പവർ സ്റ്റിയറിംഗിന്റെ മോട്ടർ, ഈ മൂന്നിൽ ഏതെങ്കിലും കംപ്ലൈന്റ് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിന്റെ വയറിംഗിന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പവർ സ്റ്റിയറിംഗ് ഹാർഡ് ആകുന്നതായിരിക്കും. അന്നേരം നല്ല കട്ടിയായിരിക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല. കാരണം സാധാരണ നമ്മൾ വെറുതെ വാഹനം ഓഫായി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വാഹനം തിരിക്കുന്നതിന്റെ ആ ഒരു കട്ടി നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ, നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ വാഹനത്തിന്റെ ഈ പറഞ്ഞ 3 കാര്യങ്ങളിൽ ഏതോ ഒന്ന് പോയിട്ടുണ്ടെന്ന് ഉറപ്പിക്കാം. അങ്ങനെ വല്ലതും കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വെച്ചോണ്ടിരിക്കരുത്, കൊണ്ട് കാണിച്ചത് ക്ലിയർ ചെയ്തോണം. കാരണം ഏതെങ്കിലും രീതിക്ക് വയർ കട്ടായത്, അതായത് എലിയോ കാര്യങ്ങളോ വല്ലതും നമ്മുടെ വാഹനത്തിൽ കയറി വയർ കട്ട് ചെയ്തതാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു കാര്യം പ്രശ്നം ഉണ്ടാക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ടും ഇത് കൊണ്ടുപോയി കാണിച്ചിരിക്കണം.